യാതൊരു മുൻധാരണകളില്ലാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയാണിത്. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. പ്രീ PhD പ്രസൻറ്റേഷനും തീസിസ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആകുമ്പോൾ എന്തായാലും ഒരു യാത്ര പ്ലാൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതും ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പ്ലേസ് ആണെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർ വന്നു. ഇനി അവിടെ ഒരു 8 മണിക്കൂർ, അതിനുശേഷം നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള വാരണാസിയിലേക്ക്. അതെ, വെൽക്കം ടു വാരണാസി. എന്തെങ്കിലും ഒരിക്കലും പോകണം എന്ന ആഗ്രഹമുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു വാരണാസി. പക്ഷേ ഇത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിലും ചില യാത്രകൾ അങ്ങനെയാണ്, നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്ത സമയത്തായിരിക്കും നടക്കുക. അപ്പോൾ ചെന്നിറങ്ങി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം യാത്രയുണ്ട്. ആദ്യം ഊബർ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും ഞങ്ങളത് പിന്നീട് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ്സാണ് ചൂസ് ചെയ്തത്. നോർത്തേൺ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തിൽ സൗത്ത് ഈസ്റ്റ് പൊസിഷനിലായിട്ടാണ് ഏകദേശം കാശി അല്ലെങ്കിൽ ബനാറസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരങ്ങളിൽ ഒന്നായിട്ടാണ് വാരണാസി അറിയപ്പെടുന്നത്. ഹിസ്റ്റോറിക്കലി, സ്പിരിച്വലി, കൾച്ചറലി വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ലാൻഡാണ് വാരണാസി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ എക്സാക്ട് വാരണാസി വന്നിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഗത്തോളിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. അങ്ങോട്ടേക്ക് നമ്മൾ ഓട്ടോയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം ഒരു 100 രൂപയ്ക്ക് താഴെയാണ് നമുക്ക് അങ്ങോട്ട് ചാർജ് വരുന്നത്. വൈകുന്നേരം ഒരു 5:30 കൂടിയിട്ടാണ് ഞങ്ങൾ വാരണാസി. ഈ ഒരു സമയത്ത് ഏകദേശം ആരതി ആരംഭിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം നീട്ടിപ്പിടിച്ച് ഹോൺ അടിക്കുന്ന ആൾക്കായിരിക്കും ലൈസൻസ് കിട്ടുക. അമ്മാതിരി ഹോൺ. തിരക്കേറിയ പ്രദേശമാണ്, എന്നിരുന്നാലും അസഹനീയമായിട്ടുള്ള ഹോണടിയാണ്. ആളുകളായിട്ടും വാഹനങ്ങളായിട്ടും തിരക്കേറിയ സ്ഥലമാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ചെന്ന ഈ ഒരു സമയത്ത് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സമയത്തേക്കാൾ തിരക്ക് കുറവാണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഗത്തോളിയ വന്നിറങ്ങി. അവിടെ നിന്ന് ഒരു ചേട്ടൻ ഞങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി റൂം എടുത്തു. അപ്പം നമ്മൾ നമ്മുടെ റേറ്റിനനുസരിച്ച് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ റൂം എടുക്കാനും അതുപോലെ ഓട്ടോറിക്ഷ പിടിക്കാനൊക്കെ. ഏകദേശം 1300 രൂപയ്ക്കാണ് ഞങ്ങൾ റൂം എടുത്തത്. അവർ 2000 വരെ പറഞ്ഞു. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 1300-നാക്കി. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഏകദേശം 5 മിനിറ്റ് പോലും വരുന്നില്ല ക്ഷേത്രത്തിലേക്കും ഘാട്ടുകളിലേക്കൊക്കെ ആയിട്ട്. അതുപോലെ എവിടെയാണ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്നൊക്കെ ചേട്ടൻ നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി ഞങ്ങളൊന്ന് ആരതിയൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കുവാണ്. 6 മണിക്ക് ശേഷമാണ് ആരതി നടക്കുന്നത്. 6:45 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നാലും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചു. അങ്ങോട്ടേക്ക് കടക്കും തോറും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ട്. അതും ഈ ആരതി നടക്കുന്ന സമയത്താണെങ്കിൽ പറയേ വേണ്ട. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തിരക്കേറിയ ഒരു സമയമാണ് ആരതി നടക്കുന്ന ആ ഒരു സമയം. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആരതി കാണാനായിട്ടാണ്. ഗംഗാ നദിയെ ആദരിക്കുന്നതിൻ്റെയും പൂജിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ദിവസത്തിൽ 2 നേരം രാവിലെയും വൈകിട്ടും ഇത് നടക്കുന്നത്. അസീഘട്ടിലും ദശാശ്വമേധ ഘട്ടിലുമാണ് ഇത് പൊതുവെ നടക്കാറ്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കൈ എൻ്റെ നെറ്റിയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞുമില്ല അറിഞ്ഞുമില്ല. ഇയാളാണ്. ഞങ്ങൾക്ക് 2 ആൾക്കും അവിടെ നിന്ന് ചന്ദനമൊക്കെ തൊട്ട് തരികയാണ്. ആദ്യം ഞാൻ കരുതിയത് ഇത് ഫ്രീ ആയിരിക്കും, അവിടെ കാണാൻ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ടെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് 40 രൂപ തരാനായിട്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് 40 രൂപ അവൻ ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ദശാശ്വമേധ ഘട്ടിലാണ്. നമ്മൾ റൂം എടുത്തിരിക്കുന്നിടത്ത് നിന്ന് വേഗം എത്താൻ സാധിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടിയൊന്നുമില്ല. അവരൊരു പകുതി വെച്ച് വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. പിന്നെ ആളുകളുടെ തിരക്കാണ്. ആ ഒരു തിരക്ക് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട്. അങ്ങനെ ഏകദേശം ആരതി അവസാനിച്ചു. ആരതി അവസാനിക്കുന്നതോടുകൂടി ആ ഒരു തിരക്ക് അങ്ങോട്ട് പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ കുറേ ആളുകൾ ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പൂജകൾക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ദീപങ്ങൾ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടും ഇതല്ലാതെ ബോട്ടിംഗ് യാത്രയ്ക്ക് പോകുന്നതും ഒക്കെ സ്റ്റാർട്ടാവും. ആ ഒരു നമ്മൾ നിന്ന ഭാഗം മുഴുവൻ ക്രൗഡായിരുന്നു വന്ന സമയത്ത്. ഇപ്പോൾ അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഒത്തിരി ഫോറിനേഴ്സിനെയും മലയാളികളെയും പല നാട്ടിൽ നിന്ന് വന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ എല്ലാവരും ഗംഗയിൽ ദീപങ്ങളൊക്കെ ഒഴുക്കി വിടുന്നത് കണ്ടിട്ട് എനിക്കും കൊതിയായി, ഞാനും വാങ്ങിച്ചു വരണം 20 രൂപയ്ക്ക്. അത് ഞാൻ ഒഴുക്കാൻ നിൽക്കുന്ന സമയം മുതലേ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ പാലായിട്ട് ഒരു ഗ്ലാസ്സിൽ പാൽ എനിക്ക് തന്നിട്ട് ഇത് അതിൻ്റെ കൂടെ ഒഴുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണതാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കൂടെ നിർബന്ധിച്ച് ചെയ്യിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഗ്ലാസ് പാൽ ഒഴിച്ചതിന് 40 രൂപ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ അവിടെ നിന്ന് ചെയ്താൽ മതി. അവർ കുറേ നിർബന്ധിക്കും, ചെയ്തോ എന്ന് പറയും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ റേറ്റ് പറയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മീയമായിട്ട് ഇതിനെ സമീപിക്കുന്ന മറ്റ് ചില ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളുടെ ആ ഒരു ഔചിത്യബോധം അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ഒത്തിരി വീഡിയോസും റെഫറൻസൊക്കെ എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പണ്ട് നമ്മൾ കണ്ട ആ ഒരു പശ്ചാത്തലമൊന്നുമല്ല ഇന്ന് അവിടെ ഉള്ളത്. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത്രയും ആളുകൾ വരുന്ന സ്ഥലമായിട്ട് പോലും അത്യാവശ്യം പറ്റുന്ന പോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാശിയെയും ഗംഗേനെയുമാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. രുദ്രാക്ഷങ്ങളൊക്കെ പലതരത്തിലുള്ള വളകളുടെയും മാലകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് വളകളുടെ ഓരോ സ്റ്റോപ്പിലും ഓരോ വെറൈറ്റി. അങ്ങനെ ഞാനൊരു സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. എന്തായാലും ബനാറസ് വരെ പോയതല്ലേ, കുറെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്രയൊന്നും നോക്കുന്നില്ല. അമ്മയ്ക്ക് മാത്രമേ ഒരു സാരി ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ കയറി. അവർ പറഞ്ഞ റേറ്റിൽ നമുക്കൊക്കത്തില്ല. നല്ലോണം ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ ഒരു സാരി വാങ്ങിച്ചോളൂ. ഇനി പറയുന്ന റേറ്റിൽ വാങ്ങാൻ ഓക്കെ ആയിട്ടുള്ളവർക്ക് കൊടുത്ത് വാങ്ങിക്കാം. അല്ലാതെ നമ്മൾ പല സാധാരണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ റേറ്റിൽ എത്തിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങളെല്ലാം ബാർഗെയിൻ ചെയ്താണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു വിസിറ്റൊക്കെ നടത്തി. ഞങ്ങൾ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശന്നായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ബസ്സിൽ യാത്ര ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളരിക്കയും പഴങ്ങളും അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്തത്. ചൂടാണല്ലോ ഭയങ്കര, അതുകൊണ്ട് ഞങ്ങൾ മീൽസ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നല്ലോണം വിശന്നു. അപ്പം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ സാഫ്രോൺ എന്ന് പറയുന്നൊരു നല്ല ഹോട്ടലുണ്ട്, അവിടെ കയറി. നോർത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതിയാണ് പോയത്. ഏകദേശം 500 രൂപ മുതൽ നമുക്കവിടെ റൂംസ് അവൈലബിൾ ആണ്. സ്ട്രീറ്റ് ഫുഡ്സൊക്കെ നല്ല രീതിയിൽ അഫോർഡബിൾ ആണ്. അപ്പോൾ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് പോയി കിടക്കാമെന്ന് പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് നാളത്തേക്ക് മറ്റൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മറ്റു 2 ഫ്രണ്ട്സ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.